നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഗൈസ്. മീൻ ഉണക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വെയിലത്തൊന്നും ഇടാതെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിയെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ വയറുഭാഗത്തേക്ക് കുറച്ച് കല്ലുപ്പ് വാരിയെല്ലാം നിറച്ച് വെക്കും. അങ്ങനെ കുറേശ്ശെ എല്ലാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇനി ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കും. അതിലേക്കെല്ലാം പെറുക്കി നിരത്തി അടുക്കിയെല്ലാം വെച്ച ശേഷം അടച്ചു വെക്കും. അടച്ചു വെച്ച് അതുപോലെ നമ്മൾ ഉണക്കിയ കുറച്ച് മീനാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇത് അടിച്ചു വെച്ചിട്ട് രാവിലെ അതിൻ്റെ ഉപ്പുവെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. അങ്ങനെ കുറേ ദിവസമാകുമ്പോൾ നമ്മുടെ ഉണക്കമീൻ നല്ല സെറ്റായി കഴിയും. നല്ല അടിപൊളി ഉണക്കമീനാണ്. അപ്പം നമുക്ക് കുറച്ച് ഉണക്കയില വറുത്തതിന് ഓർഡർ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മീനെടുത്ത് വെട്ടി എല്ലാം എടുത്തു. അതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് പുരട്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം പുരട്ടിയ മീനെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വറുക്കാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടിയിലാകുമ്പോൾ നന്നായി മൂത്ത് നല്ല മീൻ വറുക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുരുമുളകും ഉലുവയും പച്ചമുളക് എല്ലാ സാധനവും വറുത്ത് കോരി മാറ്റി വെച്ചു. ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ മീനും വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. വറുത്ത മീനിൻ്റെ പുറത്തേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡിയായപ്പോൾ ഇച്ചിരി ചോറ് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഇച്ചിരി ചോറും ചമ്മന്തിപ്പൊടിയും കടുകുമാങ്ങായും ഉണക്കമീനും കൂടി കഴിച്ചു നോക്കി ഗൈസ്. അടിപൊളിയായിരുന്നു, സൂപ്പർ.